ഹായ്, എസ് വി അരുളാണ്. ഇന്നത്തെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് ഷീറ്റ് കണ്ട പലരും ഞെട്ടിയിട്ടുണ്ട്. ദേശാഭിമാനി മാത്രമല്ല, മാധ്യമം ഹിന്ദു. അതായത് ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്. ദേശാഭിമാനി എന്ന പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റ് വെച്ചിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ആ ഫ്രണ്ട് ഷീറ്റ് കണ്ടിട്ട് കേരളത്തിലെ റിപ്പോർട്ടർമാർ, അവതാരകരെല്ലാം രാവിലെ ഞെട്ടിയിട്ടുണ്ട്. പക്ഷേ വിദഗ്ധമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പരസ്യമാണ്. 10 വർഷം മുന്നേ കേരളം എന്തായിരുന്നു, 10 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് കേരളം എന്നതിനെ സംബന്ധിച്ച് വിദഗ്ധമായിട്ട് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ ഒരു പരസ്യം കൊടുക്കാനായിട്ട് ദേശാഭിമാനിയും PRDയും കൂടി തയ്യാറാക്കിയ ഒരു പരസ്യം അതിപ്പോൾ ഇന്ന് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നപ്പോൾ രാവിലെ ചില കോൺഗ്രസ്സുകാരെല്ലാം പെട്ടുപോയിട്ടുണ്ട്. ദേശാഭിമാനി സത്യം പറഞ്ഞു എന്ന തരത്തിൽ ഇതിനെ പ്രചരിപ്പിക്കുന്നുണ്ട്. വസ്തുതാപരമായിട്ട് അതൊരു ആവശ്യമാണ്. കാര്യം ഇങ്ങനെയൊക്കെയല്ലേ ഈ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരളം എന്തായിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ഇന്ന് ദേശാഭിമാനിയുടെ ഈ ഫ്രണ്ട് ഷീറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് PRD നൽകിയിരിക്കുന്ന പരസ്യം അത് 3 പത്രങ്ങളിലാണ് തുടക്കത്തിൽ പറഞ്ഞു. കൃത്യമായിട്ട് KSRTCയുടെ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം അന്നത്തെ കാലഘട്ടത്തിലെ ശമ്പള പരിഷ്കരണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ട്രഷറിയുടെ അവസ്ഥ എന്താണെന്ന്, സ്കൂളുകളുടെ അവസ്ഥ എന്താണെന്ന്, അങ്ങനെ തുടങ്ങി 10 വർഷം മുന്നേ കേരളം മൊത്തത്തിൽ ഇരുട്ടിലായിരുന്നു. കേരളത്തിന്റെ സകല മേഖലയും മൊത്തത്തിൽ പ്രതിസന്ധിയിലായിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് 2 ഷീറ്റുകളിലൂടെ വിശദീകരിച്ചിരുന്നു. ഇത് കണ്ട ഡോക്ടർ അരുൺകുമാറും രാവിലെ ഞെട്ടി. എന്നിട്ട് അദ്ദേഹം കൊണ്ടും ഏറ്റവും താഴെ ഈ പത്രത്തിന്റെ താഴെ തന്നെ ഫോർ അഡ്വർടൈസിംഗ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടും 10 വർഷങ്ങൾക്ക് മുന്നേയുള്ള പത്രങ്ങളിലെ എന്തായിരുന്നു വാർത്താ തലക്കെട്ടുകൾ എന്നതിനെ ഉദ്ധരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നു എന്നുള്ളതും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് എങ്ങനെയാണ് കേരളത്തിൽ KSRTC ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ വാർത്ത എന്തായിരുന്നു നിജസ്ഥിതി എന്ന് അരുൺകുമാർ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ മെയ്ഡ് യാഥാർത്ഥ്യം പറച്ചിലെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പത്രങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷം കൊടുത്തൊരു വിദഗ്ധമായിട്ടുള്ള പരസ്യമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അപ്പോൾ അതിന്റെ ഒരു വസ്തുത ഒന്ന് കേട്ടുവരും. ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ 2 പത്രങ്ങൾ, 3 പത്രങ്ങൾ, ഒന്ന് ദേശാഭിമാനി, മറ്റൊന്ന് മാധ്യമം, മറ്റൊന്ന് ദ ഹിന്ദു, ഈ 3 പത്രങ്ങളും എടുത്തു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. പത്രം എടുത്തു നോക്കിയപ്പോൾ ദേശാഭിമാനിയുടെ ആദ്യ പേജ് ഇങ്ങനെയാണ് കേട്ടു. ദേശാഭിമാനിയുടെ ആദ്യ പേജാ എന്താ? ആദ്യ പേജ്, കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് 1 മണിക്കൂർ. ഞെട്ടിപ്പോവും നമ്മൾ ആ വാർത്ത കണ്ടാൽ. പൂട്ടലിന്റെ വക്കിൽ KSRTC, 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, ദേശീയപാത വികസനം മതിയാക്കി, സാമ്പത്തിക വർഷത്തിന് അവസാന ദിവസം ട്രഷറി കാലി, പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം, എങ്ങും എത്താതെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അതിന്റെ ഏറ്റവും അടിയിൽ കുരുകുരുവായിട്ട് എഴുതിയിട്ടുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ് എന്നുള്ളതാണ്. സൈഡിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പേജ് കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് വേണ്ടിയുള്ള സർഗാത്മക പരസ്യാവിഷ്കാരമാണ്. പത്രത്തിന്റെ എഡിറ്റോറിയലുമായി ബന്ധമുള്ള. നോക്കൂ, ഈ പത്രത്തിന്റെ ആദ്യത്തെ പേജിലെ അതേ ലേഔട്ടാണ് പത്രത്തിന്റെ 2-ാമത്തെ പേജിലും കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ലേഔട്ടിൽ ഉദാഹരണത്തിന് ഇന്ന് മുതൽ ലോഡ് ഷെഡിംഗ്, കേരളം ഇനി ഇരുട്ടിൽ എന്ന് 10 വർഷത്തിന് മുമ്പുള്ള ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന പരസ്യമാണ്. തുറന്നു വരുമ്പോഴോ കേരളത്തിൽ വെളിച്ച വിപ്ലവം, അതേ ലേഔട്ടാണ്. അത് ചുവന്ന അക്ഷരത്തിലേക്ക് മാറുന്നു. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ താരതമ്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലവും ഒപ്പം പിണറായി സർക്കാരിന്റെ കാലവും താരതമ്യം ചെയ്തുകൊണ്ടാണ്. ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത് എന്ന് അകത്തെ പേജിൽ, പുറത്ത് പൂട്ടലിന്റെ വക്കിൽ KSRTC. സ്കൂളിന്റെ കാര്യത്തിൽ 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ എന്ന് 10 വർഷത്തിന് മുമ്പിലുള്ള വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു. ഉള്ളിൽ 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി, പുതുശോഭയിൽ പൊതുവിദ്യാഭ്യാസം എന്നുള്ളതാണ്. എന്നിങ്ങനെ ഓരോരോ വിഷയങ്ങൾ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇവ പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. ഉള്ളിലെ പേജിൽ മുടങ്ങാതെ പെൻഷൻ, കൈനിറയെ ക്ഷേമം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനം ട്രഷറി കാലി. ഉള്ളിലെ പേജിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു, ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കി. എങ്ങുമെത്താതെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. ആദ്യത്തെ പേജിൽ വികസനത്തിന് ഇന്ധനമായി ഗെയിൽ. റോഡുകൾ ടാറിനും കുടിശ്ശിക, റോഡ് പണി നിലച്ചുവെന്ന് അന്ന്. റോഡുകൾ ഹൈടെക്, ചെലവിട്ടുന്ന 35,000 കോടി എന്നുള്ളതാണ്. എന്തായാലും വല്ലാത്തൊരു പരസ്യമായി പോയി. ഇത് 3 പത്രങ്ങളിൽ ഇന്നിപ്പോ ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പേജിൽ
10 വർഷത്തിന് മുമ്പുള്ളതാണ്. പത്രത്തിന്റെ എഡിറ്റോറിയലുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പരസ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. തെലങ്കാനയുടെ പരസ്യം നമ്മൾ കണ്ടു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പരസ്യം വേറൊരു രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോ ദേശാഭിമാനിയിലും ഹിന്ദുവിലും മാധ്യമത്തിലും ആദ്യ പേജിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേട്ടല്ലോ, നമ്മൾ പറയാറില്ലേ, പലപ്പോഴും പറയാറുണ്ട്, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളതാണ്. നുണപ്രചരണങ്ങളെ അന്നത്തെ കാലഘട്ടത്തിലെ പത്രവാർത്തകൾ കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ന് എന്താണ് അതിലെ മാറ്റമെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ബോധ്യപ്പെടും. കാര്യം നുണപ്രചരണങ്ങൾ, നുണക്കോട്ടകൾ, അങ്ങനെ പലതരത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അടർത്തിയെടുത്ത് കൊണ്ടുവരുമ്പോൾ കേരളം 10 വർഷത്തിനിടയിൽ ആർജിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കേരളം 10 വർഷത്തിനിടയിൽ എന്തെല്ലാം കുതിച്ചുചാട്ടമുണ്ടാക്കി, ഏതൊക്കെ മേഖലയിൽ വലിയ മാറ്റം വരുത്തി, ജനം അറിയണ്ടേ, അറിയിക്കണ്ടേ. കാര്യം മാറിയതല്ല മാറ്റിയതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതൊന്നുമല്ല ജാതിയും മതവും വർഗീയതയും പിടിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നവരെ തുറന്നു കാട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. 10 വർഷം മുന്നേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിൽ കേരളം ഇരുട്ടിലായിരുന്നു. കേരളത്തിൽ KSRTC പൂട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നു, ട്രഷറി പ്രതിസന്ധി ഉണ്ടായിരുന്നു. സമസ്ത മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ റോഡ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നും നടക്കാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ 10 വർഷം അത് ദേശാഭിമാനി വിദഗ്ധമായിട്ടുള്ള ഒരു പരസ്യത്തിലൂടെ ഇന്ന് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തവും കൗതുകവുമാണെന്ന് പറയാതെ നിർവാഹമില്ല.